ദേ ആ ഗണപതിയുടെ വിഗ്രഹം ആ ഭഗവാൻ കൃഷ്ണന്റെ വിഗ്രഹം ഞാൻ പോകുന്ന വഴിക്ക് എടുത്തോണ്ട് പോകും. ഇത് കണ്ടില്ല എന്നെ ഒന്നും പറയരുത്. എന്താണ് പുറത്ത് കാണുക എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേങ്കിൽ ഇത്രയും വലിയ കിടിലൻ സെറ്റപ്പ് റൂമിൽ എന്തായാലും ഒരു വെറൈറ്റി ഇതായിരിക്കും കാണുന്നത്. എന്നാലും നമുക്ക് നോക്കാം. ഫോളോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കിടിലൊരു ഗിഫ്റ്റ് ആയിരിക്കും. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ചാടി വീഴുന്നുണ്ട. ഫാന് പാറ തൂങ്ങി കിടക്കുന്ന പോലെ റാന്തൽ കിടക്കുന്നു. കിടിലൻ സെറ്റപ്പ് ഗൈസ്, കിടിലൻ. താങ്ക് യു ഇതെനിക്കാണ്. അല്ല നമുക്കല്ലടോ. വെരി സ്മിക്കി. നമ്മുടെ ചിക്കൻ ചിന്താമണി ഫിനിഷ് ആയിട്ടുണ്ട്. ഇറങ്ങിയിരിക്കുകയാണ്. ഈ ചെങ്കുത്തായ സ്ഥലങ്ങളിലൂടെ നമ്മൾ ജീപ്പ് ഓടിച്ച് കളിക്കുകയാണ് ഗൈസ്. എന്റെ മോനെ നേരെ മതില് ഓടി 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 ഓടി. ഇത് പൊളിച്ചു കേട്ടോ, ഗുഹ അടിപൊളി. ഇത് ഷവറാണ്, ഷവർ. ഗണപതി പപ്പ ഇത് ഞാൻ കൊണ്ടുപോകും. വണ്ടി റിവേഴ്സ് ഗിയർ വീണ്. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റ് ഞാൻ ബാൽക്കണിയിൽ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുത കാഴ്ചയാണ് ഗൈസ്. എൻ്റെ ബൈക്കിൽ കാണുന്നതുണ്ട്. എന്താണല്ലേ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ന്യൂ വ്ലോഗ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കിയിലാണ്, പറക്കാട് റിസോർട്ടിലാണ്. ഇന്നൊരു ദിവസം ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് അകത്തോട്ട് പോയാലോ. കമോൺ ഗൈസ്. തേടാ ഇത് അമ്പലമാണെന്ന് തോന്നടാ. ചന്ദനക്കുറിയൊക്കെ ഉണ്ടല്ലോ. താങ്ക് യു വെരി മച്ച്. ഇതെനിക്കാണോ? അല്ല നമുക്കല്ലടോ. ഓക്കെ കമോൺ. ഹായ്, ഇതാരാണപ്പോൾ ഇരിക്കുന്നേ? ആരെയില്ലായിരുന്നു നേരത്തിന് വീട്ടിൽ പോയിരുന്നു. എന്തായാലും ഇവർ നമ്മളെ സൂക്ഷിക്കേണ്ടി വരും. കൊള്ളാലോ. ഗൈസ് ആനയൊക്കെ ഉണ്ട് ഗൈസ്. ഭഗവാനെ ഈശ്വര ഗണപതി പപ്പ ഇത് ഞാൻ കൊണ്ടുപോകും. ഹായ് ഹായ്, നൈസ് ടു മീറ്റ് യു. ഹായ് ബ്രോ. ഹായ്. അതൊക്കെ പോട്ടെ, എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെ? യൂട്യൂബിലാ, ഇൻസ്റ്റയിലാ? എന്നാ പറ, ഞാൻ എന്താണ് ചെയ്യുന്നത്? മേളിലിരുന്നിട്ട് താഴെ ഇരുന്ന് വീട്ടിൽ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. എല്ലാവരും ഫോളോ ചെയ്തിട്ടുണ്ടോ? ഫോളോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കിടിലൊരു ഗിഫ്റ്റ് ആയിരുന്നു. ഗിഫ്റ്റ് എന്ന് പറയുമ്പോ ചാടി വീഴുന്നുണ്ട. അതൊക്കെ പോട്ടെ, എന്റെ റൂം ഏതാ? 4001. ഓക്കെ യാ ഗൈസ്, നമ്മുടെ റൂമിൻ്റെ കീ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് റൂമിലോട്ട് പോകാം, റെസ്റ്റ് എടുക്കാൻ കുറച്ച്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കലാപരിപാടി ആരംഭിക്കാം ഗൈസ്. അപ്പോൾ ഇവിടെ കിടന്ന് ഒത്തിരി ഒച്ച വെക്കാൻ പറ്റത്തില്ല. നമ്മൾ മെസ്റ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യൽ. ആ ഗണപതിയുടെ വിഗ്രഹം ആ ഭഗവാൻ കൃഷ്ണൻ്റെ വിഗ്രഹം ഞാൻ പോകുന്ന വഴിക്ക് എടുത്തോണ്ട് പോകും. ഇത് കണ്ടില്ല എന്നെ ഒന്നും പറയരുത്. ഓക്കെ ശരി, താങ്ക് യു. ഇത് ഏത് ഫ്ലോറിലാണ്? -1. 1 2 3 -0. ഇവിടെ താഴോട്ട് കൊണ്ടുവരാ. ബാ നമുക്ക് പുറപ്പെടാം. ഇതേ ഗൈസ്, ഇവിടെ തന്നെ ലിഫ്റ്റ് ഉണ്ട്. ആദ്യമേ റൂമിൽ പോവുക. റൂമിൽ പോയിട്ട് കുറച്ച് നേരം ഒന്ന് ചാച്ചിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും പവറായിട്ട്, ഓണായിട്ട്. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഹായ് ബ്രോ, ഹൗ ആർ യു? വാട്ട്സ് യുവർ നെയിം? എന്താണ് നിങ്ങളുടെ പേര്? ഈ -1 എന്ന് പറയുന്നത് താഴോട്ടല്ലേ? താപ്പോട്ടാണ്. എന്നാൽ പിന്നെ നമുക്ക് മേപ്പോട്ട് പോവാം. വേണ്ട, എന്നാ ഫോളോ മീ. കമോണ്ടർ മകേഷേ. -1 ജസ്റ്റ് ഇവിടെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്താല്ലേ ഗൈസ്, നമ്മളെ ആർക്കറിയാം? എല്ലാവർക്കും അറിയത്തില്ലെന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മളെല്ലാവർക്കും അറിയാം ഗൈസ്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ താക്കോല്. ഇത് കേട്ടോ, കീ. ഓക്കെ, അടുത്ത ഫ്ലോറല്ലേ? -1. യാ ഓക്കെ ബ്രോ. ഗൈസ്, നമ്മൾ ഡൗൺലോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. 0 ഇതുണ്ടോ ഇവിടെ ഫ്രണ്ട് ഡെസ്കിൽ നമ്മൾ വന്നത്. ഏറ്റവും ടോപ്പിലാണ് ഗൈസ് നമ്മൾ വന്നിറങ്ങുന്നത് കേട്ടോ. ലെവൽ 3 റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്. 0-ലുണ്ട്. ഇതെല്ലാം നോക്കി വെച്ചേക്കാം, പിന്നെ കിടന്ന് കറങ്ങണ്ടല്ലോ. ഗൈസ്, ഇവിടെ നിന്ന് എങ്ങോട്ടാണോ എന്തോ 1004 4. അത് വേറെ ഏതാണ്ടാ. ബാ, ഇവിടെ ആയിരിക്കത്തില്ല, ഇങ്ങോട്ട് കാണുമ്പോൾ. ഇങ്ങോട്ടൊരു ഗ്യാപ്പ് കിടപ്പുണ്ട്. 01 ആയിരിക്കും, 001 ആയിരിക്കും. അപ്പം നമ്മുടെ 43 അല്ല, ഇത് ഇവിടെ വെക്കണമായിരിക്കും. ആണ് ഗൈസ്, നമ്മുടെ റൂം കിട്ടി ഗൈസ്. വെരി ആടാ, ഇത് ഭയങ്കര സെറ്റപ്പ് കേട്ടോ. നമുക്ക് റൂമിന് ഒരു ഹാളുണ്ട്. ഹാള് കഴിഞ്ഞിട്ട് യെസ് കറക്റ്റ്, കൊള്ളാം. വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. നമുക്ക് നമ്മുടെ റൂമിലേക്ക് കയറാം. എൻ്റെ മോനെ, ഇതൊരാട്ടാറ് സെറ്റപ്പ് കേട്ടോ. കമോണ്ടർ മുകേഷേ, കയറി വാ. അതെ, സബായ്. ഞാൻ ഈ ബാഗ് ഒന്ന് വെച്ചോട്ടെ, എന്നിട്ട് നമുക്ക് ഈ റൂം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. നോക്കിയ ഗൈസ്, ട്രഡീഷണൽ റൂം.
ഇതൊരു രാജകീയ റൂം. ഇത്രയും വലിയ റൂമിലൊന്നും ഞാൻ കിടന്നിട്ടില്ല. ഇതിപ്പോൾ സോളോ ട്രിപ്പ് വന്നിട്ട് ഇപ്പോൾ വേറെ ആരെങ്കിലും കൂട്ടിയിട്ട് വരേണ്ട അവസ്ഥയാണല്ലോ ഗൈസ്. ഇതിപ്പോൾ സതീർത്തിൻ്റെ അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആ റിസപ്ഷൻ ഇരുന്ന് ചുമ്മാ തള്ളിയതാ സതീർത്തിയാണ്. ഇപ്പോൾ സതീർത്തിൻ്റെ അവസ്ഥയാണ്. എനിക്ക് ഇടാൻ കോട്ടും മറ്റേ കൊമ്പും ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങളൊന്നും നടക്കത്തില്ല. എന്തായാലും നമുക്ക് ബാൽക്കണി കാണാം. ബാ, എന്താണ് പുറത്ത് കാണുക എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേങ്കിൽ ഇത്രയും വലിയ കിടിലൻ സെറ്റപ്പ് റൂമിൽ എന്തായാലും ഒരു വെറൈറ്റി ഇതായിരിക്കും കാണുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അല്ലാ, അയ്യവ, എന്താ ഗൈസ് കാണുന്നേ? പൊളിമാൻ, പൊളി വൈബ്, കിടിലം വെറൈറ്റി തീയ്. എൻ്റെ മോനെ, ബാൽക്കണി ഒരു രക്ഷയില്ല കേട്ടോ. ലക്കുണ്ട് ഗൈസ്, ലക്ക്. ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു ബാൽക്കണിയാണ് നമുക്ക് കിട്ടിയത്. വെറൈറ്റി. ഞാൻ ഇത് എങ്ങനെ തുറക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഒരു സംഭവം ഉണ്ട് ഗൈസ്, നോക്കട്ടെ. ഇതെങ്ങനെ തുറക്കും? ഇവിടെ സ്ക്രൂ ഒക്കെ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, തുറക്കാൻ പറ്റുന്നില്ല. ഏയ്, ഇവിടെ തുറക്കാവോ? ഇവിടെ കൊളുത്തുണ്ട് ഗൈസ്, ഇവിടെ തുറക്കാം. അല്ലാ, ഇതാണ്ടേ റിച്ച് നാന്ത രാജാവാടാ. ഇത് വലിച്ചിട്ട് തുറക്കുന്നില്ലല്ലോ. തുറന്നു. എൻ്റെ മോനെ, എന്നാ തണുപ്പാ ഗൈസ് ഇത്. മണ്ടയിലൊരു ബിൽഡിങ്. ഇതൊരു അന്യായ സീനായിപ്പോയി കേട്ടോ. താഴോട്ട് ഇങ്ങനെ ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട് ബിൽഡിങ്. നമ്മളിപ്പം ബാൽക്കണിയിൽ നിൽക്കുന്നത്. അത് പൊളിച്ചു കേട്ടോ ഗൈസ്, അത് പൊളിച്ചു. ഒരു വെറൈറ്റി പോലെ ഇതാ. ഇവിടെ ഒരു ചെയറുണ്ട്, ഒരു ടേബിളുണ്ട് ചെറുത്. കിടിലം ഫീല്. ഇത് നമുക്ക് ഭയങ്കര പ്രൈവസി ആയിപ്പോയി കേട്ടോ. ഹേ ഗൈസ്, നമ്മളങ്ങനെ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബാൽക്കണിയിലാണ്. ഒരു ശല്യമില്ല, ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണ് ഗൈസ് കല്യാണം കഴിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. കല്യാണം കഴിക്കണമെന്നില്ല, ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഗൈസ്. സത്യം പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ കാര്യം. ഹേ ഗൈസ്, എന്നാ ഒരു വ്യൂ ആണ് നോക്കിയേ. വിഷ്വൽ ബ്യൂട്ടി ഗൈസ്, വിഷ്വൽ ബ്യൂട്ടി. നോക്കിയേ, ദൂരെ തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നില്ലേ. കിഴക്കേപ്പാടം എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു കാര്യം. ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു ഗൈസ്. അതുപോലെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഗൈസ് തേയിലത്തോട്ടം. എന്താ അല്ലേ നോക്കി. ഇവിടെ ഇപ്പം കോട ഇറങ്ങാൻ ടൈം ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൂരെ മലയിലൊക്കെ കോട ചെറുതായിട്ട് കാണാം. ഒരു 6 മണി ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും കോട ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നാളെ രാവിലത്തെ മോർണിംഗ് ഇവിടെ സെറ്റായിരിക്കും ഗൈസ്, സെറ്റായിരിക്കും. നാളെ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മൊത്തം നല്ല കിടിലൻ ക്ലൈമറ്റ് ആയിരിക്കും, വെറൈറ്റി ഫീലായിരിക്കും. എന്തായാലും നാളെ രാവിലെ ആ സീനൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ റൂമിലകത്തോട്ട് കയറാം. വൈബ് എന്ന് പറഞ്ഞാൽ വൈബ് കേട്ടോ ഗൈസ്. എനിക്ക് എന്തായാലും ആദ്യം ഒന്ന് ഫ്രഷ് ആവണം. ഫ്രഷ് ആയിട്ട് നമുക്ക് നേരെ താഴോട്ട് പോകാം. ഇവിടെ കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിലാണ് നമ്മൾ പൊളിക്കാൻ പോകുന്നത്. നമുക്കാദ്യം നമ്മുടെ ഇവിടുത്തെ ബാത്റൂം സെറ്റപ്പ് നോക്കാം. ഹേ ഗൈസ്, ഇതെന്താണ് ഗൈസ് ഇത്? ഒരു റൂമിൻ്റെ അത്രയും ഉണ്ടല്ലോ വലിപ്പം. പൊളിച്ച്, അത് പൊളിച്ച്. ഹേ ഗൈസ്, ഒരു വാഷ് ബേസിന്, അമണ്ടനൊരു വാഷ് ബേസിന്. നമുക്ക് ഇതെന്താണ് പേസ്റ്റാ? പല്ല് തേക്കാനുള്ള പേസ്റ്റ് തൊട്ട് കുളിക്കാനുള്ള സോപ്പ്, ചീപ്പ്, എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഇത് ഹാൻഡ് വാഷ്. ഇതെന്താണ്? ഹാൻഡ് ക്ലോത്ത്. കൈ തുടയ്ക്കാനുള്ള സംഭവങ്ങളുണ്ട്. ദേ ഗൈസ്, ഇത് കൊള്ളാലോ ഈ സെറ്റപ്പ്. ഇത് ഗ്ലാസ് ആണ് ഗൈസ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് കുളിച്ചു കഴിഞ്ഞാൽ അല്ല ഗൈസ്, ഇവിടെ ഡോർ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്ത് കുഴപ്പം? സോളോ ട്രിപ്പ് വന്നാൽ നമുക്ക് എന്താണ് പ്രശ്നം? അടിപൊളി. ഹേ ഗൈസ്, ഇതിങ്ങനെ തുറക്കുന്നു, നമ്മൾ കയറുന്നു. ഇത് പൊളിച്ച് കേട്ടോ, ഇത് കിടിലൻ സെറ്റപ്പ്. ഇവിടെ നമുക്ക് ബാത്ത് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ഷവർ ചെയ്തിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ട്രക്കിങ്ങിന് പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നു. അപ്പോഴാണ് നമ്മളൊരു കാര്യം കാണുന്നത്, സ്വിമ്മിംഗ് പൂള്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അവിടെയാണ് നമ്മുടെ ഈ സ്വിമ്മിംഗ് പൂൾ ഉള്ളത്. ഒരു വെറൈറ്റി രീതിയിലാണ് ഇവർ ഈ സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കാണുമ്പോൾ തന്നെ എടുത്ത് ചാടി കുളിക്കാൻ തോന്നും. എന്തായാലും നമ്മുടെ ജീപ്പ് വന്നിട്ടുണ്ട് ട്രക്കിങ്ങിന് പോകാനുള്ളത്. ദേ ജോൺസൺ ചേട്ടനുണ്ട് കൂടെ. നമുക്ക് കയറാൻ ജീപ്പിലോട്ട് നേരെ. പറപ്പിച്ച് വിട് പാപ്പാ. 100ക്ക് 100 പോവല്ലേ. ഗൈസ്, നമ്മൾ ട്രക്കിങ്ങിന് പോകാൻ പോവാണ്. ഗൈസ്, കുറേ പേരുണ്ട് നമ്മുടെ കൂടെ. അടിച്ച് പുള്ളിക്ക് നമ്മളിന്ന്. ഹേ ഗൈസ്, നമ്മൾ ട്രക്കിങ്ങിന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഹേ ഗൈസ്, നമ്മളങ്ങനെ ട്രിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ഈ ചെങ്കുത്തായ സ്ഥലങ്ങളിലൂടെ നമ്മൾ ജീപ്പ് ഓടിച്ച് കളിക്കുകയാണ് ഗൈസ്. എൻ്റെ മോനെ, നേരെ മതില് ഓടി 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 ഓടി.
പൊള്ളിക്കും. അല്ലാ കുഴി 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 കുഞ്ചു കുഞ്ച്. അല്ലാ റോഡൊക്കെ കണ്ട, വഴിയില്ല ഗൈസ്, വഴിയില്ല വഴിയില്ല. എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. കുത്തനെയുള്ള ഇറക്കം, കുത്തനെയുള്ള ഇറക്കം. താഴെ എത്തിയിരിക്കുന്നു ഗൈസ്, താഴെ എത്തിയിരിക്കുന്നു. അല്ലാ എന്തല്ലേ, താങ്ക് യു. ഇനി വണ്ടി തിരിച്ചു വരുമോ? മതി മതി, താങ്ക് യു വെരി മച്ച്. ഹായ് ബ്രോ. എന്താണ് ഇപ്പൊ താഴേന്ന് മേളിലോട്ട് പോയത്? ഗൈസ് നമ്മൾ വന്ന വണ്ടി ഇതാണ് കേട്ടോ, പറന്നാണ് വന്നത്. ഇനി നമുക്ക് റിട്ടേൺ പോവാം. അടിപൊളി, ഒരു രക്ഷയില്ലായിരുന്നു, കിടിലൻ യാത്ര. ഗൈസ് പവറാണ്. ഹെവി ടാസ്ക്. ഇതാണ് ഞാൻ തപ്പി വന്ന സാധനം. ആദ്യത്തെ ടാസ്ക് ഇതാണ്. ഞാൻ ഈ വലയെ കൂടെ അപ്പുറത്ത് പോകണം. ഞാൻ ആദ്യം ഈ ടാസ്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. രണ്ടുപേരെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അടുത്തത് ഞാനാണ് പോകുന്നത്. ഇവിടുന്ന് പെതുക്കനെ അങ്ങ് പോവാം. ഇതും കൊണ്ട് താഴെയൊന്നും വീണില്ലെങ്കിൽ ഭാഗ്യം. അടിവെച്ച് പോകണം. എന്താ ഗൈസ് ഈ ചങ്ങലയിൽ കൂടെ ഇങ്ങനെ? കാല് 2 കൊള്ളാം ഗൈസ്. താഴെ കൊക്കയാണ് ഗൈസ്. ഇതിൽ കൂടെ കാല് വെച്ച് പോകണം, വെച്ചടി പോകണം. ഗൈസ് ഞാനിവിടെ ഈ വലക്കകത്തിലാണ്. അവർ താഴെന്ന് പറയുന്നുണ്ട് സൂക്ഷിച്ചും കണ്ടും വേണമെന്ന്. എനിക്കിതൊന്നും ഒരു പുത്തരിയല്ല ഗൈസ്, നമ്മൾ ഇതിനല്ലേ വന്നേ. ടാസ്ക് ആയിപ്പോയി കേട്ടോ. കേറിയിട്ട് ഇനി ഇറങ്ങാനും പറ്റൂലടോ. ഇതിനി ഇറങ്ങാനും പറ്റൂല ഇതിനകത്തിന്ന്. എന്താണ് ഗൈസ് ഇങ്ങനെ? ഇത് വളരെ ടാസ്ക് ആയിട്ടുള്ളൊരു ഗെയിം ആയിപ്പോയി. നല്ല ആട്ടമുണ്ട്. ഇവിടം വരെ വളരെ ഓക്കെ അല്ലേ? ഇവിടം വരെ ശരിയാണ് കുട്ടിൻ്റെ ചേട്ടാ. നോക്കി പോക്കറ്റ് ഇട്ടിട്ട് ഫോണ് പോക്കറ്റ് ഇട്ടിട്ട് പോകേണ്ടി വരും. എന്താ അല്ലേ? ദേ ഗൈസ് നോക്കി, ഇവിടെ തടിയും മരമൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ കാര്യം പറഞ്ഞ് അങ്ങ് ചെല്ലുമ്പോഴത്തേക്കിന് നേരം വെളുക്കുമെന്നാണ് തോന്നുന്നത്. വെച്ചടിയാ പോണേ ഗൈസ്. ഇതേ നോക്കി, എന്താ അല്ലേ? കൊള്ളാം. ഹയ്യമാ. ഇവിടെ മരമുണ്ട് ഗൈസ്. ഈ മരത്തെ നമുക്ക് കുറച്ചു നേരം ചാരി നിൽക്കാം. എന്താ ഗൈസ് ഇല്ലേ? ഇതൊക്കെ എന്ത്? ഇതല്ല ഇതിനപ്പുറം ചാടി കേറി കിടന്നവനാണ്. പോയില്ല. ഗൈസ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേവിലോട്ടാണ് ഗൈസ്. കേവ്. ഗൈസ് ഇതാണ്. എന്താ ഗൈസ്, ഒരു ഗുഹയ്ക്കകത്തിലോട്ട് പോകുന്ന പോലെയുണ്ട്. അടിപൊളി. എന്താ അല്ലേ? പൊളിച്ച്. ഇതൊരു കിടിലൻ സെറ്റപ്പാണ് ഗൈസ് കേട്ടോ. അടിപൊളി. ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ ഗുഹയിൽ കൂടെ പോകുന്നൊരു ഫീല് തന്നെ ഇല്ലേ? നോക്കി, ഗുഹയ്ക്കകത്ത് കൂടെ പോകുന്നത്. ഇത് റൂമാണ് ഗൈസ്. ഇത് കണ്ട, ഇതൊരു റൂമാണ്. പക്ഷെ ഒരു ഗുഹയിൽ കൂടെ പോകുന്ന ഒരു സെറ്റപ്പാണ് ഇതിനകത്ത് മുഴുവനും. പൊളിച്ച്. അടിപൊളി, കിടിലൻ സെറ്റപ്പ് ഗൈസ്. പക്ഷെ എന്താ അല്ലേ, കേവ് ഒരു ഗുഹ പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാ അടിപൊളിയാണ് നോക്കിയ റൂം ഇവിടുത്തെ. പൊളിച്ച്. ഗുണ കേവ്. ഫാന് പാറ തൂങ്ങി കിടക്കുന്ന പോലെ റാന്തൽ കിടക്കുന്നു. കിടിലൻ സെറ്റപ്പ് ഗൈസ്, കിടിലം. അടിപൊളി. ഗുണ കേവ് പൊളിച്ച്. ഇവിടെ ബെഡുണ്ട്. ഇവിടെ വേറെ എന്തോ ഒരു സാധനം കൂടെ ഗൈസ്. ഇതെന്താണ്? എൻ്റെ മോനെ, ഇതാണ് ഗൈസ് ഇവിടുത്തെ ബാത്റൂം. പക്ഷെ എന്തല്ലേ പവർ. ബാത്ത് ടബ് കിടക്കുന്ന ഷവറാണ് ഗൈസ്. ഷവറ് പൊളി സാധനം. ഇവിടെ ഗ്ലാസ് ഉണ്ട്. ഇതെന്താണ് ഗൈസ്? ഒരു പാറ പറയില്ല. പക്ഷെ എൻ്റെ മോനെ, ഇതെങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചെന്ന് അറിയാത്ത പൊളി. ആർട്ടിഫിഷ്യൽ ആണെങ്കിലും ഒറിജിനൽ സെറ്റപ്പിൻ്റെ സംഭവം ഉണ്ട് കേട്ടോ. അടിപൊളി സെറ്റപ്പ്. എൻ്റെ പൊന്നു മക്കളെ, എനിക്ക് ആ റൂമിനേക്കാളും ഇഷ്ടപ്പെട്ടതാണ് ഈ ബാത്റൂം. സത്യം പറഞ്ഞാൽ എന്തല്ലേ സെറ്റപ്പ്. ഇവിടെ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു ഗൈസ്. എന്തായാലും വെറൈറ്റി ആയിപ്പോയി. ഗൈസ് ഒരു റൂമിൻ്റെ പഠിത്തമുണ്ട്. വെറൈറ്റി. സൈക്കിൾ, സ്വർണ്ണ സൈക്കിൾ. നമുക്ക് ഗപ്പൊന്നും കിട്ടാത്തതുകൊണ്ട് ഇതിലങ്ങ് ചവിട്ടാം. ഗൈസ് വെറൈറ്റി ഒരു സൈക്കിൾ ഇരിക്കുന്നു. എന്താണല്ലേ പൊളിയല്ലോ.
ഇതിൻ്റെ വണ്ടി കൂടെ ചവിട്ടാൻ പറ്റുമോ? അത് അടിപൊളിയാണ് ഗൈസ്. നമ്മൾ ഈ സൈക്കിൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതിപ്പോൾ കൊള്ളാമല്ലോ പരിപാടി. അരി തൂക്കിയിട്, ചാക്ക് തൂക്കിയിട്ട് ഇത്രേ ഉള്ളോ? ഗൈസ് പഴക്കൊല തൂക്കിയിടാൻ പോകുന്നേ ഉള്ളു. ബ്രേക്ക് ഇല്ലാത്ത സൈക്കിളിൽ നമ്മൾ പോകണം കടേ. അല്ലാ പടച്ചോനെ, നമ്മൾ പോയി. ഗോയ്സ് ചെറുതായിട്ട് പേടി തോന്നുന്നില്ലല്ലോ? ഇല്ലാതില്ല. അല്ലാ സൈക്കിള് നിന്ന്. അയ്യോ നീങ്ങുന്നില്ല ഗോയ്സ്, നീങ്ങുന്നില്ല. വെറൈറ്റി. ഗോയ്സ് വീല് ഡ്രിഫ്റ്റ് ചെയ്യുന്നു. വണ്ടി റിവേഴ്സ് ഗിയർ വീണ്. ഹായ് ഹൈ ഹൈ ഹൈ. അയ്യോ ചെറുതായിട്ട് പേടി തോന്നുന്നില്ല കേട്ടോ. കൊള്ളാം, അടിപൊളി അടിപൊളി. മച്ചന്മാരെ അങ്ങനെ നമ്മൾ താഴെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ താണ്ടി ഇവിടെ ഷെഫ് ഇരിക്കുന്ന. ഷെഫ് ഇവിടെ ലൈവ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന് നമുക്ക് ഷെഫിനോട് ചോദിക്കാം. ഷെഫ് ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മളിന്ന് എന്നാ പറയാ, നമ്മുടെ കേരള നാടൻ ഫുഡല്ല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. തമിഴ്നാട് നാടൻ ഫുഡാണ്. ചിക്കൻ ചിന്താമണി എന്ന് പറയും. ചിക്കൻ ചിന്താമണിയാ? ചിന്താമണി കൊലക്കേസ് എന്ന് കേട്ടിട്ടുണ്ട്. ചിന്താമണി കൊലക്കേസ് പോലെ തന്നെ ഇത് ചിക്കൻ ചിന്താമണി. ചിന്താമണി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഇതിനകത്തിൽ എന്തൊക്കെ ഇടുന്നത്? ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. മസാല ഇല്ലാത്ത ഒരു മഞ്ഞപ്പൊടി മാത്രം ചേർക്കുന്ന ഒരു ചിക്കൻ ചിന്താമണി. ചിക്കൻ ചിന്താമണി. അങ്ങനെ നമ്മൾ ചിക്കൻ ചിന്താമണിയൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിച്ച് ഷെഫിന് ഒരു പൂവൊക്കെ കൊടുത്ത് ഹാപ്പിയാക്കി. അപ്പോഴേക്കും നമുക്ക് തിരിച്ചു പോകാനുള്ള വണ്ടി വന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് റിസോർട്ടിലേക്ക് പോവുകയാണ്. ആദ്യം നമ്മൾ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് അതേപോലെ തന്നെ ഈ കയറ്റം മുഴുവൻ ഇനി ഓടിച്ച് കയറണം ഈ ജീപ്പ്. അങ്ങനെ റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയതാണ്. നമ്മളിവിടെ ഓർഡർ ചെയ്തേക്കുന്നത് ചിക്കൻ 65 ബട്ടർ നാനുമാണ്. അങ്ങനെ കിടിലൻ ഡിന്നറൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയത് നേരെ ക്യാമ്പ് ഫയർ നടക്കുന്നിടത്തോട്ടാണ്. അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ടയേർഡായി നമ്മൾ നേരെ റിസോർട്ടിൻ്റെ ഒരു കിടിലം വ്യൂ പോയിന്റിലാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോയി കിടന്ന് ഉറങ്ങും. എന്നിട്ട് നാളെ രാവിലെ എണീറ്റ് വീണ്ടും നമ്മൾ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റ് ഞാൻ ബാൽക്കണിയിൽ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുത കാഴ്ചയാണ് ഗൈസ്. എൻ്റെ ബാഗിൽ കാണുന്നതുണ്ട്. എന്താണല്ലേ, എന്താ നോക്കിയേ, ഒരു രക്ഷയില്ലാത്ത കാഴ്ച. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയിലാണ്. എന്താല്ലേ വ്യൂ. അങ്ങനെ രാവിലെ തന്നെ ഫ്രഷായി നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ഇവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലൻ വിഭവങ്ങളായിരുന്നു ഒരുക്കി വെച്ചിരുന്നത് നമുക്ക് വേണ്ടിയിട്ട്. വെജിറ്റബിൾ കട്ട് പീസ് തൊട്ട് നമുക്ക് വേണ്ട ഫ്രൂട്ട് സലാഡ്സ്, കേക്കുകൾ എന്ന് വേണ്ട എല്ലാത്തരം വിഭവങ്ങളും ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് തയ്യാറാക്കി ഇവർ വെച്ചിട്ടുണ്ട്. ബൊഫേ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്ലേറ്റ് എടുത്ത് നമുക്ക് ആവശ്യമുള്ള ഫുഡ് എടുത്ത് എവിടെയെങ്കിലും ഒരു ടേബിളിൽ പോയിരുന്ന് കഴിച്ചാൽ മാത്രം മതി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 2 ബ്രെഡിൽ തുടങ്ങാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മൾ നൈസായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്ത് നമ്മൾ ടേബിളിൽ വന്നിരിക്കുകയാണ്. ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് വെജിറ്റബിൾ കട്ട് പീസും മാത്രമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് തന്നെ ധാരാളമാണ്. അങ്ങനെ നല്ല കിടിലൻ കാഴ്ചകളൊക്കെ കണ്ട് മട്ടുപ്പാവിലിരുന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏതാണ്ട് ഫിനിഷാക്കി. നമ്മൾ വന്നപ്പോൾ കണ്ടൊരു സംഭവമാണ് ഈ റിസോർട്ടിൽ. ഇത് കണ്ട
ഒരു ജുവലറി ഉണ്ട് അകത്ത്. പറക്കാട്ട് ജുവലേഴ്സ്. എന്തായാലും നമുക്ക് അകത്തോട്ട് പോയിട്ട് ഇവിടുത്തെ വെറൈറ്റി കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ മാർക്കറ്റ് റേറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മേക്കിംഗ് ചാർജ് മാത്രമേ ആവത്തുള്ളൂ നിങ്ങൾക്ക് ഇവിടുന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. കാരണം ഈ കാണുന്ന ഓർണമെൻറ്റ്സ് എല്ലാം 24 ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും വിലക്കുറവ്. ഇനി പ്രത്യേകിച്ചൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇത് നോൺ അലർജിക്കാണ്. പിന്നെ 2 ഇയർ വാറണ്ടി എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ സർവീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേരളത്തിനകത്തും പുറത്തുമായി 100ഓളം ഷോറൂമുകളും കൂടാതെ ഓൺലൈൻ വഴി വേണമെങ്കിലും നിങ്ങൾക്ക് പറക്കാട് ജുവലേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പൊളിച്ച് ഇതിൻ്റെ ഒറിജിനൽ സ്വർണ്ണമാല മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വരും, ലക്ഷങ്ങൾ. പക്ഷേ ഇത് 24 ക്യാരറ്റ് ഗോൾഡ് കോട്ട് ചെയ്തിട്ടുണ്ടായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മേക്കിംഗ് ചാർജ് മാത്രമേ ഈ ഒരു മാല മേടിക്കുന്നത് നിങ്ങൾക്ക് ആവത്തുള്ളൂ. ഒരു വെറൈറ്റി സംഭവമായി പോയി. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അടുത്ത പരിപാടിയിലോട്ട് പോവാം. മച്ചാമാരെ, അങ്ങനെ നമ്മൾ ഇവിടെ മാക്സിമം അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തു. അപ്പം നമ്മളിന്ന് ചെക്കൗട്ട് ചെയ്യുവാണ്. ഞാനിപ്പം ബാഗും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി നമ്മളിന്ന് പോവാണ്. ഓക്കെ, അടുത്ത് നമ്മുടെ കാർഡ് ഊരിയിരിക്കുകയാണ്. യെസ്, എന്താ അല്ലേ പൊളിച്ച്. യെസ്. ഹേ ഗൈസ്, അങ്ങനെ രാവിലെ തന്നെ ചെക്കൗട്ട് ആവാണ്. നമ്മളിതാ റിസപ്ഷനിൽ എത്തി കഴിഞ്ഞിരിക്കുന്നു. ചെക്കൗട്ട്. താങ്ക് യു മച്ചന്മാരെ. അങ്ങനെ നമ്മൾ ചെക്കൗട്ട് ആവുകയാണ്. ഇത് നമ്മൾ വന്നപ്പോൾ കണ്ട കൃഷ്ണൻ ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ, നമ്മൾ എടുത്തിട്ടില്ല. ഇത് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷേ എന്താ അല്ലേ, അങ്ങനെ നമ്മൾ ഈ ഒരു കിടിലൻ റിസോർട്ടിൽ നിന്ന് നേരെ ചെക്കൗട്ടായിട്ട് പോയി. പക്ഷെ എന്നാലും എന്താണ് കൈസി കാണുന്നത്, പക്ഷെ എന്താ അല്ലേ തേയിലത്തോട്ടം, വെറൈറ്റി, എന്താ അല്ലേ ക്ലൈമറ്റ്, പൊളിച്ച്. അപ്പോൾ നമ്മുടെ വണ്ടി പോരും, വണ്ടിയൊക്കെ കയറി നമ്മൾ നേരെ പോവാണ്. അപ്പോൾ എന്തായാലും ടാറ്റാ, ബൈ ബൈ.